ഇന്ത്യൻ അതിർത്തിയിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മാണം തുടങ്ങി ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയെന്ന് ചൈന അവകാശപ്പെടുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക നടപടിക്ക് പിന്നാലെയാണ് പദ്ധതി നിർമ്മാണം വേഗത്തിലാക്കാനുള്ള ചൈനയുടെ തീരുമാനം. ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശിന് സമീപം ടിബറ്റിലെ നിങ്ചി മെയിൻലിംഗിലാണ് ഡാം നിർമ്മിക്കുന്നത്. 14.4 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നു. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്ന യാർലിംഗ് സാങ്പോയിലാണ് അണ കെട്ടുന്നത്. 2024 ഡിസംബറിലാണ് ചൈനീസ് സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായാൽ 60 ഗിഗാവാട്ട് ആയിരിക്കും പദ്ധതിയുടെ ഉൽപ്പാദനശേഷി. അതായത് ചൈനയുടെ തന്നെ 3 ഗോർജസ് ഡാമിന്റെ 3 ഇരട്ടി ശേഷി. പ്രതിവർഷം 300 ബില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ഇതുവഴി 2030 മുൻപ് കാർബൺ ബഹിർഗമനം പരമാവധി കുറച്ച് 2060ഓടെ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്നതാണ് ചൈന ലക്ഷ്യമിടുന്നത്. കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ നീക്കത്തിൽ ഇന്ത്യ തുടക്കം മുതൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. പരിസ്ഥിതി ലോലമായ ഹിമാലയൻ മേഖലയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഇന്ത്യയും ബംഗ്ലാദേശും ആശങ്കപ്പെടുന്നത്. ഭൂകമ്പ സാധ്യതാ മേഖലയായതിനാൽ ജലം കെട്ടിനിർത്തുന്നത് ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുമായി സംഘർഷമുണ്ടായാൽ അണക്കെട്ടിനെ ചൈന ആയുധമായി ഉപയോഗിച്ചേക്കാമെന്നും ഇന്ത്യ ഭയപ്പെടുന്നു. ബ്രഹ്മപുത്രയിലെ ഒഴുക്ക് തടയുന്നത് അസമിലെ അടക്കം കർഷകരെ ബാധിക്കുമെന്നും വെള്ളം പെട്ടെന്ന് തുറന്നുവിട്ടാൽ അത് മിന്നൽ പ്രളയത്തിന് കാരണമാകുമെന്ന ഭയവും ഇന്ത്യക്കുണ്ട്. അതേസമയം അരുണാചലിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഇന്ത്യയും അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.